പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നി രാശിക്കാർക്ക് ബുധൻ 2 ഭാവങ്ങളുടെ ആധിപത്യമാണുള്ളത്. ഒന്ന് ലഗ്നാധിപനാണ്, കന്നി രാശിയുടെ അധിപനാണ് ബുധൻ. ആ ബുധൻ എവിടെ നിൽക്കുന്നു? 6ാം ഭാവത്തിൽ നിൽക്കുന്നു. പിന്നീട് ബുധൻ മിഥുനൻ രാശിയുടെ അധിപനാണ്. മിഥുനൻ രാശി എന്നാൽ കന്നി രാശിക്കാരുടെ കർമ്മഭാവമാണ്, 10ാം ഭാവം. ആ ബുധൻ എവിടെ നിൽക്കുന്നു? മേൽപ്പറഞ്ഞ രീതിയിൽ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കും 6ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. ദുസ്തേ ലഗ്നപദോ, ലഗ്നാധിപനായ ഗ്രഹം 6ൽ നിൽക്കുന്നു. ദുസ്തേ ലഗ്നപദോ നിരോധനമുപൈതി, കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. അജ്ഞാതവാസം, ഭയം, തന് ജോലി മതിയാക്കുക, ജോലി നഷ്ടപ്പെടുക, മറ്റൊരു ദേശത്തിലേക്ക് അക്കരപ്പച്ച കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക, ഇതര ക്രിയാഭിഗമനം, തൻ്റെ ജോലി മതിയാക്കി മറ്റ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുക, സ്ഥാനച്യുതിയും, സ്ഥാനം നശിക്കുക, ആപത്തുകൾ ഉണ്ടാകുക. നല്ലൊരു ഫലമല്ല ഇവിടെ കന്നി രാശിക്കാർക്കെന്നറിയണം. കർമ്മ തടസ്സം വരും, കർമ്മത്തിൽ ശത്രുക്കളുണ്ടാകും, പലപ്പോഴും രേഖാപരമായ ചതികളിൽ പെടും. ഇവിടെ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന, വില്ലേജുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ സെയിൽ ടാക്സുമായി ബന്ധപ്പെടുന്ന കൈക്കൂലിക്ക് സാധ്യതകളുള്ള മേഖലകളിലുള്ള ജോലിക്കാർക്കൊക്കെ തന്നെ 65 ദിവസക്കാലം പൂട്ട് വീഴും വിജിലൻസിൻ്റെ. അതുമാത്രമല്ല, പലപ്പോഴും തൻ്റെ കർമ്മപരമായ രേഖകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തനിക്ക് ചിലപ്പോൾ ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, വണ്ടി തട്ടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ വലിയ ഫൈനുകൾ കൊടുക്കേണ്ടി വരിക. വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. 6ൽ ബുധൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വിരോധോ ജനാനാം നിരോധോ രിപൂണാം, ജനങ്ങളുടെ വിരോധം ശത്രുക്കളുടെ തടസ്സം, ശത്രുക്കളുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ, തടസ്സങ്ങൾ. പ്രബോധോ യതീനാം ച രോധോനിലാനാം, വായു സംബന്ധമായ കോപങ്ങൾ, ശാരീരികമായി ത്വഗ്രോഗങ്ങൾ വരിക. ബുധേ സദ്വയേന ആവഹാരോ നിധീനാം, നിധികൾ അപഹരിക്കാൻ നോക്കുക. ബലാത് അർത്ഥക സംഭവേ ശത്രുഭവേ, ബലാത്കാരാന ധനം ലഭിക്കുക. പക്ഷേ 6ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്ന ബുധൻ താൻ അന്യായമായിട്ട് കാശുണ്ടാക്കിയാൽ താൻ പിടിക്കപ്പെടും, ചതിക്കപ്പെടും, ഏതെങ്കിലും രീതിയിൽ അത് പുറത്തു വരും. അതിനാൽ സാഹസികത വേണ്ട. ഈ 65 ദിവസം നിർബന്ധമായും കർമ്മമുട്ടി ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാനകം, തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി ചെയ്യണം. നിർബന്ധമായും ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം. വിഷസ്പർശമേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. രാഹുവോട് കൂടിയാണ് ബുധൻ നിൽക്കുന്നത്. പാദങ്ങൾക്ക് ചൊറി, ത്വഗ്രോഗങ്ങൾക്ക് പാദങ്ങൾക്ക് വരിക. അപ്രകാരം തന്നെ തൻ്റെ വയറുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. പ്രോസ്റ്റേറ്റിന് വളരെയധികം ജാഗ്രത പാലിക്കണം. ഏതായാലും ബുദ്ധിമുട്ടില്ലാതെ കന്നി രാശിക്കാർക്ക് ഈ ഒരു 65 ദിവസക്കാലം കഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.